നമസ്കാരം. ഇന്ന് നിങ്ങളുടെ മുമ്പ് ഞാൻ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞു മനസ്സിലാക്കുന്ന ഒരു യോഗവിദ്യ കുണ്ടലിനി യോഗ. ഇപ്പൊ കുണ്ടലിനി യോഗയെക്കുറിച്ച് ഭയങ്കരമായ ചർച്ചകളും ഭയങ്കരമായ വീഡിയോകളും ഒക്കെ ഇവിടെ പലരും പോസ്റ്റ് ചെയ്തിരിക്കും. പക്ഷെ അതിനെക്കുറിച്ച് വിമർശിക്കാനോ അതിനെക്കുറിച്ച് കുറ്റം പറയാനോ അല്ല ഞാൻ ഈ വീഡിയോ എടുത്തത്. ഓക്കെ, കുണ്ടലിനി യോഗ എന്നത് വളരെ പ്രശസ്തിയാർജിച്ച ഒരു യോഗമാണ്. അതിന് മനുഷ്യനാദ്യം കുണ്ടലിനി എന്താണെന്നറിയണം. എല്ലാവരും പറഞ്ഞു വെച്ചിരിക്കും എല്ലാവരുടെ ഉള്ളിലും ഉറങ്ങിക്കിടക്കുന്ന ഒരു ഊർജ സ്വഭാവം. ശരിയാണ്. നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വന്ന് കയറി നമ്മളെ ഈ ശരീരത്തെ ഉണ്ടാക്കാൻ നമ്മളെ സഹായിച്ചുകൊണ്ട് പൂർണ്ണമായ വിശ്രമത്തിലേക്ക് ഇരിക്കുന്ന ഒരു ഉയിർ ആറ്റൽ എന്ന് പറയും, ജീവത്തിന്റെ അംശം എന്ന് പറയുന്ന ഒരു വായു, അത് പൂർണ്ണമായിട്ട് ഉറങ്ങി മൂലാധാരത്തിൽ, അതായത് കോപ്പസ്കോളം എന്ന് പറയുന്ന താഴെ എൻഡില് ഒളിച്ചിരിപ്പുണ്ട്. അപ്പൊ അതിനെ മുകളിലേക്ക് ഉണർത്തി ഇടയും കലയും എന്ന് പറയുന്ന രണ്ട് ശ്വാസനാഡികളിലൂടെ ശ്വാസത്തെ കൊണ്ടുപോയി വിധിയാമണ്ണം അതിനെ ഉണർത്തി അത് കടന്നു പോകാനുള്ള 6 കവാടങ്ങൾ വഴി അതിനെ ഉള്ളിലേക്ക് കടത്തി തൻ്റെ ആശാപാശങ്ങളെയും ആഗ്രഹങ്ങളെയും എല്ലാം വെടിഞ്ഞ് പൂർണ്ണമായി തൻ്റെ യജമാനൻ എന്ന് പറയുന്ന സാക്ഷാൽ ശിവൻ എന്ന് പറയുന്ന ജീവ ആത്മാവിലേക്ക്, ഇത് ആത്മസ്വരൂപത്തിലേക്ക് ലയിപ്പിക്കുന്നതിൻ്റെ പേരാ കുണ്ടലിനി യോഗ. അപ്പൊ കുണ്ടലിനി എന്നത് ഒരു എനർജി, അതിനെ ക്രിയേറ്റ് ചെയ്ത് രൂപീകരിക്കണം എന്ന് പറയും. അതായത് ആ യോഗവിദ്യ ചെയ്യണമെങ്കിൽ നമ്മൾ ഇടതും വലതിലൂടെ ശ്വാസത്തെ എടുത്ത് താരഹൈ എന്ന് പറയുന്ന ഒരു കലയെ രൂപീകരിച്ചാൽ മാത്രമേ ആ കുണ്ടലിനി ഉണർത്താൻ പറ്റൂ. ഇപ്പൊ കുണ്ടലിനി യോഗങ്ങളിലൊക്കെ പറഞ്ഞു വെച്ചിരിക്കും, കുണ്ടലിനി ഉറങ്ങിക്കിടക്കുന്ന പാമ്പ അതിന്റെ മുഖത്തിൽ ചെന്ന് വായുവിനെ വിട്ടാൽ മാത്രമേ അത് ഉണർന്നു വരികയുള്ളൂ. അപ്പൊ അതുപോലെ കുണ്ടലിനിയെ ഉണർത്താൻ ഒരു പ്രക്രിയ തന്നെയുണ്ട്. അത് ഒരു നല്ല ഗുരുവിന്റെ കയ്യിൽ നിന്നല്ലാതെ ആരും അഭ്യസിക്കരുത്. വളരെ അപകടം പിടിച്ചൊരു സാധനമാണ്. കാരണം കുണ്ടലിനി യോഗ പ്രാക്ടീസ് ചെയ്യുന്നതിന് മുമ്പ്, കുണ്ടലിനി യോഗ പഠിക്കാൻ എവിടെയെങ്കിലും പോകുന്നതിന് മുമ്പ് ഒരു മനുഷ്യനായ ഒരാൾ എന്തൊക്കെ ചെയ്തിരിക്കണം എന്നതിനെ കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. കാരണം കുണ്ടലിനി യോഗ പഠിച്ചവർ പലരും പല അബദ്ധങ്ങളിലും ചാടിയിട്ട് എൻ്റെ അടുക്ക വന്നിരുന്നുണ്ട്. എനിക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഒന്ന് പറയാറുണ്ട്. അവർക്ക് പറ്റിയിരിക്കുന്ന ബ്ലോക്കേജുകളും കഷ്ടങ്ങളെയും ഞാൻ മനസ്സിലാക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. കാരണം അതൊരു അപകട റേഞ്ചാ കുണ്ടലിനി യോഗ. അപ്പൊ അത് കറക്റ്റായിട്ട് പഠിച്ച ഒരു ഗുരുവിന്റെ കയ്യിൽ അല്ലെങ്കിൽ അത് അപകടമുണ്ടാക്കും. അപ്പൊ അങ്ങനെ കുണ്ടലിനി യോഗ പഠിക്കാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു 12 ട്രെയിനിങ് വിദ്യകൾ, ആദ്യം നിങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് 1, ദൈവം എന്നിലുണ്ട്, ഞാൻ ദൈവമായി മാറാൻ പോകുന്നു എന്ന ആദ്യത്തെ ഉറപ്പ്. 2, എൻ്റെ ശരീരത്തിലിരിക്കുന്ന എല്ലാ സെല്ലുകൾക്കും ഞാൻ സേവനം ചെയ്യുന്നു, കറക്റ്റായിട്ട് പ്രാണ ഊർജത്തെ കൊണ്ടെത്തിക്കുന്നു, അതുപോലെ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളെയും ഞാൻ സേവിക്കുന്നു എന്നുള്ളത്. 3, നെഗറ്റീവ് തോട്ട്സ്, എതിർമறை ചിന്തകൾ എന്ന് പറയും തമിഴിൽ. അതായത് മറ്റുള്ള കുറിച്ച് വേണ്ടാത്ത ചിന്തകളെല്ലാം കളയാൻ ആദ്യം പഠിക്കണം. 4, പ്രകാശത്തിൽ ജീവിക്കാൻ പഠിക്കണം. ഞാൻ പ്രകാശവാനാണ്, എൻ്റെ ഉള്ളിൽ ഒരു പ്രകാശമുണ്ട്, അത് എന്നെ രക്ഷിക്കുമെന്ന ഉറപ്പിൽ ജീവിക്കണം. ഇനി 5, ജാഗ്രതയിൽ ജീവിക്കണം. എപ്പോഴും ഞാൻ ഉണർന്നിരിക്കണം. എനിക്കൊരിക്കലും ഉറക്കം എന്നുള്ളത്, അതാണ് തൂങ്കാമൽ തൂങ്ക എന്ന് പറയുന്നത്, ഉറങ്ങാതെ ഉറങ്ങുക, ജാഗ്രതയിൽ ഇരിക്കണം എന്ന് പറയും. ഇനി 6, സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്ന് പഠിക്കണം. നമ്മൾ നട്ടല് നിവർത്തി ഇരിക്കാനുള്ള പാഠം പഠിക്കണം. 7, ശ്വാസത്തെ കുറിച്ചുള്ള ഒരു ട്രെയിനിങ്, ആ ശ്വാസത്തെ ഒന്ന് ശ്രദ്ധിച്ചു പഠിക്കണം. 8, ധ്യാനം പഠിക്കണം. 9, എങ്ങനെ വാഴണം എന്നും എങ്ങനെ ജീവിക്കണമെന്നും അതിലൊരു ഉറപ്പ് വേണം. 10, നമ്മൾ കുണ്ടലിനിയെ ബലാത്കാരമായിട്ട് ഉയർത്തില്ല എന്ന് ഒരു ഉറപ്പെടുക്കണം. 11, ജ്ഞാനികളെ കുറിച്ച് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നല്ല അറിവുള്ളവരെ കുറിച്ച് മനസ്സിൽ ധ്യാനനിരതനായിരിക്കണം. 12, ഞാനാണ് കുണ്ടലിനിയെ ശക്തിയെ ഉണർത്തുന്നത് എന്ന പൂർണ്ണബോധം വേണം. ഇത്രയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുണ്ടലിനി യോഗ പഠിക്കാനുള്ള തയ്യാറെടുപ്പായി എന്നർത്ഥം. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളും
ക്ലാസ്സുകളും ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ആദിമുനി യോഗ കേന്ദ്രയിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരം അറിയാനോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ അറിയുവാനോ താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്നെ ഇതുവരെ ശ്രമിച്ച എല്ലാവർക്കും, എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.